ലുഗീസ് ഫാഷൻ ഹാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, എടുക്കാനൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് മാറിയത്. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട, ഓണത്തിനൊക്കെ വേണ്ട, അത്യാവശ്യം വേണ്ട നല്ല അടിപൊളി ബ്ലൗസുകളും അതുമാതിരി തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാന് ഷാള് കൊണ്ടുവന്നപ്പോൾ കുറേ വെറൈറ്റി കളേഴ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലാക്ക് അങ്ങനത്തെയുള്ള കളേഴ്സ് കുറച്ച് കൂടി ആയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള കളക്ഷൻസ് പാകിസ്ഥാനി ഷാളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്നുമല്ല നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത്, നമ്മളങ്ങനെ സാരീസ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് വല്ലപ്പോഴൊക്കെ ഓണത്തിൻ്റെ സമയത്തൊക്കെ മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ. ഇപ്രാവശ്യം നല്ല കിട്ടില്ല ഐറ്റം സാരീസ്, ഒരു 2-3 ടൈപ്പ് സാരീസ് ഉണ്ട്. അതും ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ആൾക്കാർക്കും, ഏത് ഏജിലുള്ളവർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി സാരീസ്. പിന്നെ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്, നമുക്കിതൊന്നും റീസ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല. കാരണം മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് പോലും ക്വാണ്ടിറ്റി ഇല്ല എത്ത ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആ സമയത്ത് പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത എൻക്വയറി ഉള്ള ആൾക്ക് കൊടുത്തു പോകും. പിന്നെ അതിനൊരു പരാതിയോ വിഷമോ ഉണ്ടാവരുത്. കാരണം നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള പ്രൊഡക്റ്റും ഇല്ല, സമയവും ഇല്ല. കാരണം അടുത്ത ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് പീസാണ്, അടുത്ത ആൾക്ക് അയാൾ പേയ്മെൻറ്റ് ചെയ്യുമോയെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ. കുറേ പേർക്ക് ഇതുമാതിരി നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ഓൾന്ന് തന്നെ പ്രസ് ചെയ്യണം. അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യും, ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ മനസ്സിലാവും നമ്മുടെ ചാനലിനോട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ത് വീഡിയോസ് വരുമ്പോഴും അവർക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മിസ് ചെയ്യാണ്ട് തന്നെ കിട്ടും. നമുക്ക് ഞാൻ പിന്നെ ഇതിനകത്തൊരു കമ്മ്യൂണിറ്റി ലിങ്കിൻ്റെ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ. അതിനകത്ത് കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഏത് വീഡിയോ ആണ് ഇടണതെന്ന് അതിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മിസ്സാവാണ്ട് നിങ്ങൾക്ക് വേണ്ട ആയിട്ടാണെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ കളക്ഷൻസിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് വൺ ബ്ലൗസാണ്. ഇത് ഞാൻ വീട്ടിൽ വേറെ സ്ഥലത്താണ് നിന്ന് വീഡിയോ എടുക്കണേ. കുഞ്ഞ് വാവുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുക. അപ്പോൾ 3 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ വാവേൻ്റെ ഉറക്കവും അതൊക്കെ നോക്കിയിട്ട് ഒക്കെയാണ് നമ്മൾ വീഡിയോയ്ക്ക് ഒരു സമയം കണ്ടെത്തുന്നത്. വാവയ്ക്കാണെങ്കിൽ രാത്രി തീരെ ഉറക്കില്ല, പകലാണെങ്കിൽ ഇങ്ങനെ കിണങ്ങി നിൽക്കുക. അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ ഹസ്ബൻഡും മൂത്ത ആൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുക, അത് തന്നെ ആൾക്കും വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നോക്കിയിട്ടൊക്കെയാണ് സമയം കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് ഇന്നലെ ഇട്ടേനായിരുന്നു വീഡിയോ ബ്ലൗസിൻ്റെ. ഓക്കെ, അപ്പോൾ അതാ ഫസ്റ്റ് വൺ ഇതെങ്ങനെ വരും. നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിനകത്ത് കാണുന്നത് പേളിൻ്റെ മുത്തുകളാണ് കേട്ടോ. ഇതിങ്ങനെ ഒട്ടിക്കുന്നതല്ല, ഇത് അതിനകത്ത് ഇങ്ങനെ മെഷീൻ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഹെവിയാണ് ഈ ബ്ലൗസ്. കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്കിൽ മെഷീൻ എംബ്രോയ്ഡറി ആണ് ഇതിനകത്ത്. അതിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ പേളിൻ്റെ വർക്കാണ് പോയാൻ കേട്ടോ. ഇതെങ്ങനെ വരും. ഇതിൻ്റെ സൈസ് വരുന്നത് 40 കേട്ടോ. ഈ ഒരൊറ്റ സൈസിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളിതിൻ്റെ വേറെ സൈസസ് ഒന്നും ചോദിക്കരുത്, നമ്മൾ വീഡിയോയിൽ പറയും. ഏതെങ്കിലും സൈസസ് ഏതൊക്കെയാണ് സൈസസ് ഉള്ളതെങ്കിൽ അതൊക്കെ പറയും കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടാൻ പറ്റും. അടിപൊളി ബ്ലൗസാണ് കേട്ടോ. 625 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്കിത് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി അത്ര ഹെവിയാണ് ഐറ്റം. പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ലോണം അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും. ഇത്രയാണ് കേട്ടോ കിട്ടുന്നത്. ഇച്ചിരി വലിയ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇനി എമ്മൊക്കെയാണ് വേണ്ടതെന്നുള്ളവരാണെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ വള്ളി ഉള്ളത് കൊണ്ട് നമുക്ക് അവർക്ക് ഇങ്ങനെ ഇറുകി പോകുന്ന പ്രശ്നമൊന്നും വരില്ല. നല്ല ടൈറ്റിൽ കെട്ടി അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കളറ്. ഇതൊക്കെ ശരിക്കും സെറ്റ് സാരിക്കോ അല്ലെങ്കിൽ നല്ല സിൽക്ക് സാരിക്കൊക്കെ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളറ്. അതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്. ഇത് ഈ ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന കളറാണ് കേട്ടോ.
ഇത്തിരി ഭംഗിயாக കാണാമെന്നറിയാം. ഇതിനകത്ത് അതാ പേളിൻ്റെ വർക്ക് ഓവറോൾ പോയിട്ടുണ്ട്. ഇതും 40 സൈസ്. ആ ഒരു സൈസിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, 625 ആണ്. ഈ 2 കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇനി വരുന്നത് ഇതും അതെ ഇച്ചിരി കൂടിയ തന്നെയാണ്. എന്നുവെച്ചാൽ ക്ലോത്ത് വൈസും അതേമാതിരി ഇതിനകത്ത് വർക്കും എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇവിടെ സെയിം ഇതിൻ്റെ തന്നെ ഒരു പൈപ്പിങ് കൊടുത്തേക്കണേ. ഇങ്ങനെ വരും. പുറകു വശം എന്താ എങ്ങനെയാണ് വരുന്നത്. നല്ല കളറാണ്. ഇതിനകത്ത് ഒരു എംബ്രോയ്ഡറി വർക്കാണ്, ഗോൾഡൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. നേരത്തെ കാണിച്ചതും ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 590 ആണ് കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത് 36 ആണ്. ഓക്കെ, 36 സൈസിലാണ് വരുന്നത്. ബ്ലൗസ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബ്രാ സൈസ് ഏതാണോ ആ സൈസോ അതിന് മേലേക്കുള്ളതോ നിങ്ങൾക്ക് എടുക്കാം. അതായത് 34 ഉള്ളവർക്ക് 34 എടുക്കാം, അല്ലെങ്കിൽ 36 എടുക്കാം. 36 എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. കാരണം ഒരു പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ഒരു പാർട്ടി വയർ തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഈ കാണുന്നതെല്ലാം ഒറിജിനൽ മിറേഴ്സാണ് കേട്ടോ. വലിയ മിറേഴ്സാണ്. ഈ കൈയൊക്കെ ഭയങ്കര ഹെവിയാണ്. ഇതിനകത്ത് ഈ ഗോൾഡൻ്റെ എംബ്രോയ്ഡറി വർക്കും ഇത് നല്ല റിച്ച് ആയിട്ടാണ് ബ്ലൗസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയുണ്ട് കേട്ടോ. എല്ലാം എൽബോ സ്ലീവ് ആയിരിക്കും വരിക. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. പുറകു വശവും അതേമാതിരി തന്നെ റിച്ചായിട്ട് വർക്കും ആ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാ മിറേഴ്സും ഒറിജിനൽ മിറേഴ്സാണ് കേട്ടോ. ഇത് വരുന്നത് ബ്ലാക്ക് കളറാണ്. ഇതും എം സൈസാണ് വരുന്നത് കേട്ടോ. എം സൈസ് എന്ന് പറഞ്ഞാൽ 38 ആണ് കേട്ടോ. ആരോ നാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് എം സൈസ് എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ കുർത്തിയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ആ ഒരു ഇതിൽ ഓർത്ത് പോകുന്നതാണ്. 38 ആണ് കേട്ടോ സൈസ് വരുന്നത്. എല്ലാ ബ്ലൗസും പാഡഡ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ വേറെ 2 കളേഴ്സ് ഉണ്ട്. ഒന്ന് ഈ ഒരു കളറ്, നല്ല രസമുള്ളൊരു പിങ്കിഷ് പീച്ച് പോലത്തെയാണ് കേട്ടോ. ഇതിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് ആ കളറാണ്. എന്നാലും നിങ്ങളുടെ ക്യാമറകളിൽ കാണുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിങ്കിഷ് പീച്ചാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൈ വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. കൈൻ്റെ ഈ ഭാഗം ഫുള്ളാണ് കേട്ടോ. അതായത് ഇത്രയും മിറേഴ്സ് വരുന്നതുകൊണ്ട് നല്ല ഹെവിയാണ്. പുറകു വശം എന്താ ഇങ്ങനെ വരും. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതൊക്കെ നല്ല സാരികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ 590 ആണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കളറും ഉണ്ട്. നല്ല ചിക്കു ഷെയ്ഡ് കേട്ടോ. ചിക്കു ഷെയ്ഡ് നമുക്ക് സെറ്റ് സാരിക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുമാതിരി തന്നെ ഒരുമാതിരി സാരികൾക്കൊക്കെ നമുക്ക് ചിക്കു ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. പുറകുവശം എന്താ ഇങ്ങനെ വരും. എം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 36കാർക്കും അതുപോലെ തന്നെ 40കാർക്കും ഒക്കെ യൂസ് ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിന് ഇവിടെയാണ് സ്റ്റിച്ചിങ്. ഇത്രയുണ്ട് കേട്ടോ. 2 സൈഡിലും അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ഇത്രയുണ്ട്. നല്ലോണം സ്പേസ് കിട്ടും നിങ്ങൾക്ക്. അത് ഇച്ചിരി വലിപ്പമുള്ളവർക്ക് എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ബ്ലൗസുകളെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. വേഗം തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക. ഓക്കെ, 590 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി വരുന്നത് നമുക്ക് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന ബ്ലൗസാണ്. ഇതൊരു ബർഗണ്ടി കളർ എന്നൊക്കെ പറയാട്ടോ. മെറൂണല്ല, ഒരു മജന്ത പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. കുറേ പേരോട് ഇല്ല പെട്ടെന്ന് തന്നെ തീർന്നു പോയെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം നമുക്ക് അതിന് മാത്രം ക്വാണ്ടിറ്റി കിട്ടിയില്ല. സാധനം ഉണ്ടായില്ല. ഇത് തന്നെ ഞാൻ ഗുസ്തി പിടിച്ച് മേടിച്ചാണ്. നമുക്ക് വേണം, എങ്ങനെയായാലും കുറച്ചെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് കിട്ടിയതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇങ്ങനെ പുറകു സൈഡ് വരും. ഇതൊരു ആ ഒരു ബർഗണ്ടി ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഉദിക്കണ ഒരു കളറല്ല, നല്ല കളറാണ്. ഇതും മെറൂണും തമ്മിൽ വെച്ച് കാണിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ. ഇതാണ്ടോ മെറൂണ് ഇതാണ് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയി. ഇതാണ് മെറൂൺ കളർ വരുന്നത്. എന്താ ഈ കളറും വയ്ക്കുമ്പോഴത്തെ ഒരു വ്യത്യാസം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്.
ഓക്കെ. പിന്നെ ഉള്ളത് വൈൻ ഷെയ്ഡാണ്. ഇതെല്ലാം 34, 36, 38, 40 ആ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 34, 36, 38 എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ്. ഇതിൻ്റെ വർക്ക് വൈസ് അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വർക്ക് വൈസ് എന്താ ഇങ്ങനെയാണ്, എല്ലാം പാഡഡ് ആണ് വരുന്നത്. അപ്പോൾ 1, 2 ഇനി ഇതല്ലാണ്ട് വേറൊരു കളർ കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഗ്രീൻ കളറായിരുന്നു. ഇതൊരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഗ്രീൻ. ഈ കളറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇത് ഒരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ് പീക്കോ ഗ്രീൻ്റെ ബ്ലൗസ്. 34 മുതൽ 40 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് വൺ വൈനാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. വൈനാണ്. തേർഡ് വൺ ഈ മെറൂൺ കളറാണ്. ഫോർത്ത് വൺ ഈ കളറാണ്. അങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 425 ആണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യും. ഇനി കാണിക്കാനുള്ളത് ഇതൊരു എന്താ പറയുക ബ്ലാക്ക് കളറാണ്. 3/4 ആണ്. മറ്റെല്ലാ ബ്ലൗസുകളും നമുക്കൊരു എൽബോ മുട്ടിന് മേലേക്കാണ് നിൽക്കുക. ഇത് കുർത്തിയുടെ പോലെ നമുക്കൊരു 3/4 ലെവലിൽ കിട്ടും. ഇച്ചിരി കൂടിയാനാണ്. ഇതിൻ്റെ കൈ വന്നിട്ടുള്ളത് നെറ്റ് പാറ്റേണിലാണ് കേട്ടോ. 3/4 നെറ്റ് പാറ്റേണിൽ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഐറ്റാണ്. ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സൈസ് L, XL എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ആവുന്നതാണ്. എമ്മും പറ്റും കേട്ടോ. M, L, XL. ഓക്കെ. ഇങ്ങനെയാണ് കേട്ടോ കൈ വരുന്നത്. 2 സ്ലീവും 3/4 ലെങ്ത്തിലാണ് നിൽക്കണം കേട്ടോ. ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 415 ആണ് കേട്ടോ. ഓക്കെ. അടുത്ത ഇത് വരുന്നത് വെൽവെറ്റ് ആണ്. അതും 3/4 ആണ്. നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത്. 3/4 ആയതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കയറി നിൽക്കണേ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ വലിയ ലാഭം ഉണ്ടെന്ന്. ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. പക്ഷേ ബ്ലൗസ് ഇങ്ങനെ എൻക്വയറീസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് നമ്മളിങ്ങനെ ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 390 ആണ്. ഇതും L, XL എന്ന് പറയുന്ന സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം പ്രിൻസസ് കട്ടിലാണ് കേട്ടോ. ഈ ഒരൊറ്റ കളർ മാത്രമേ വെൽവെറ്റിൽ കിട്ടിയുള്ളൂ കേട്ടോ. നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പ്ലെയിൻ കളേഴ്സ് നമുക്ക് പിന്നെ എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാമല്ലോ. ഓണത്തിൻ്റെ ഒരു ഇതല്ലെങ്കിലും ഭയങ്കര ഡിമാൻഡാണ് ബ്ലൗസുകൾക്ക്. അത് കാരണം സ്റ്റോക്കുകൾ നമുക്ക് വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് 390 ആണ്. ഇതും വരുന്നത് L, XL ആണ്. 390 ആണ് പ്രൈസ് വരുന്നത്. ഇതും 3/4 ആണ്. നല്ല ഫാൻസി ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇത് പ്രിൻസസ് കട്ടല്ല, പ്രിൻസസ് കട്ടാണ്. അതെ, പ്രിൻസസ് കട്ടാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല. പ്രിൻസസ് കട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതും കാണാനായിട്ട്. 390 ആണ് പ്രൈസ് വരുന്നത്. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. ഇതെന്താ പെട്ടെന്ന് തീർന്നു പോയെന്ന് ചോദിക്കരുത്. സംഭവം ഇത്രയേ ഉള്ളൂ. കിട്ടിയ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് തന്നെ തീർന്നു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊരു മെറൂണാണ് കേട്ടോ. ഇതിനകത്തൊരു ചെറിയ ഗ്ലേസിങ്ങും പിന്നെ ഒരു തരി പോലത്തെ ഒരു ഇതും കൂടി വരുന്നുണ്ട്. ഇതും 3/4 സ്ലീവാണ് വരുന്നത്. നല്ല രസമുള്ള ഡാർക്ക് കളേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നത് വേറെ ബ്ലാക്ക് സാരി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരും. ഇതും എല്ലും XL തന്നെയാണ് സൈസ് വരുന്നത്. 390 ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലൗസസ് ഇത്രയും കളക്ഷൻസാണ് കാണിക്കാനുള്ളത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓണം പ്രമാണിച്ച് പെട്ടെന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അധികം സ്റ്റോക്ക് ഇല്ല എന്ന് വീണ്ടും പറയാണ്. എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്താൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ മാക്സിമം ഇത് നോർമലി നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഇന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മളത് പാക്ക് ചെയ്യും. മറ്റന്നെയാണ് ഇത് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ. ഇതിപ്പോൾ നമ്മുടെ ഓണം തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം പിറ്റേ ദിവസം തന്നെ ഓർഡർ എടുക്കുന്ന അന്ന് തന്നെ നമുക്ക് അയക്കാൻ പറ്റില്ല. കാരണം രാവിലെയാണ് ഓർഡറുകൾ പാക്ക് ചെയ്തത് DTDC ഒക്കെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അന്ന് എടുക്കാൻ പറ്റില്ല. എന്തായാലും പിറ്റേ ദിവസം മാക്സിമം തന്നെ നമ്മൾ അയക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു മാക്സിമം ഒരു 3-4 ദിവസം ഒക്കെയാണ് വേണ്ടി വരുള്ളൂ.
പിന്നെ അടുത്ത് പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ DTDC ഒക്കെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ DTDCയിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താലും സംഭവം അറേഞ്ച് ചെയ്യാം. മാക്സിമം നിങ്ങൾ DTDC തന്നെ എടുക്കുക. പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ ഒരുപാട് ബൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഡിലേ ഒക്കെ വരും. ഓണാണ്, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ അയക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് പാകിസ്ഥാനി ഷാളിൻ്റെ കളക്ഷൻസ് കാണാം. അടുത്ത് വരുന്നത് പാകിസ്ഥാനി ഷാളാണ്. ഇതെല്ലാം നല്ല കളർഫുള്ള ഷാളുകളാണ് കേട്ടോ. നല്ല മഞ്ഞയും പച്ചയും നീലയൊക്കെ കൂടി കലർന്ന കളറുകളാണ്, നല്ല രസമാണ്. ഇതിലത്തെ മൊറേഴ്സ് എല്ലാം വളരെ ചെറിയ മൊറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നാൽ വലിയ വലിയ മൊറേഴ്സാണ്. ഇതിലെല്ലാം കൊടുത്തിട്ടുള്ളത് ചെറിയ മൊറേഴ്സാണ് കേട്ടോ. നിറയെ മൊറേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല റിച്ചായിട്ട് തന്നെ വരുന്ന ഷാളാണ്. 399 ആണ് ഷാളിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാം നല്ല കളർഫുൾ കോമ്പിനേഷനിൽ വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഷാളിന് ഇതുമായി നമ്പറുണ്ട്. നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ എടുക്കുക. കാരണം നമുക്ക് ഈ ഷാളിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഷാള് ഓവറോൾ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഈ ഷാളിലുണ്ട്. നല്ല നീളവും വീതിയുള്ള ഷാളാണ്. ഇത് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഡാവണിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഡാവണിയൊക്കെ ആയിട്ട് കണ്ടു. നമുക്കിതെങ്ങനെ എടുത്ത് ഡാവണിയുടെ ഇതിൽ വന്നാലും നല്ല ഇത് ലെങ്ത്തൊക്കെ കിട്ടും. ഇങ്ങനെ വരും. എനിക്ക് ഉടുക്കാൻ അറിഞ്ഞുവിടാം. സാരിയും എനിക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന സാരി നല്ല കളക്ഷൻസാണ്. പക്ഷേ ഉടുത്ത് കാണിക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് നല്ല നീളവും വീതിയും കിട്ടും. ഷാളായിട്ടോ അല്ലെങ്കിൽ ഡാവണിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. 399 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. സെക്കൻഡ് വൺ ഇതെങ്ങനെ വരും. അതുപോലെ തന്നെ ഇതിനകത്തും നീലയും പച്ചയും ഒക്കെയാണ്. ചെറിയ ചെറിയ കളർ ചേഞ്ചുകളും വ്യത്യാസങ്ങളാണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ ഈ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഒരുമാതിരി കളേഴ്സ് എല്ലാം ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ പോയിക്കുന്നിട്ടുണ്ട്. ഇവിടെ കള്ളികളും അവിടെ നിന്ന് ഇങ്ങനെ വലിപ്പത്തിൽ ഒരു ഗ്രീൻ കളറിലുള്ളതും. അപ്പോൾ മൊത്തത്തിൽ ഷാൾ അടിപൊളിയാണ്. നമുക്കിത് എന്താ പറയുക, നല്ല പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് അപ്പോൾ സെക്കൻഡ് വൺ. തേർഡ് വൺ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. ഇതൊക്കെ ഭയങ്കര റിച്ചാണ് കേട്ടോ. ഇതിനകത്ത് എന്താ പറയുക, ഇങ്ങനെ നല്ല മിറേഴ്സൊക്കെ കൊടുക്കുമ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. എല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പാകിസ്ഥാനി ഷോള്. മിസ് ചെയ്യാണ്ട് എല്ലാം പർച്ചേസ് ചെയ്യാം കേട്ടോ. അത്രയും ഭംഗിയുള്ള കളക്ഷൻസാണ്. നമുക്ക് പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വെയർ ചെയ്താലും നല്ല ഇതായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ടോപ്പിൻ്റെ കൂടെ ഇട്ടേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ കളർ എടുത്തത്. ഇത് നമ്മുടെ തന്നെ ടോപ്പ്, നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന ടോപ്പാണ് കേട്ടോ. ഇതൊന്നും ചോദിക്കരുത്, ഇതൊക്കെ കുറേ കാലം മുമ്പത്തെയാണ്. ഹക്കോബയിൽ വരുന്ന ഒരു പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള റിച്ചായിട്ടുള്ള ഷാളുകളാണ്. താഴേക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത് കണ്ടാലാണ് ശരിക്കും ആ ഷാളിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. ഭംഗി വരും. ഇങ്ങനെ വരും. ഇതിൻ്റെ അറ്റത്ത് ബ്ലാക്കാണ്. എന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി എല്ലാ കളേഴ്സും ചേർന്ന് നല്ല റിച്ചായിട്ടുള്ള എന്താ പറയുക, ഒരു അജ്രക്കിൻ്റെ പ്രിൻ്റൊക്കെ പോലെ ഉണ്ട് കാണാനായിട്ട്. അങ്ങനത്തെ ഒരു ഷോളാണ് കേട്ടോ. അടുത്ത ഷാളും കാണാൻ ഭയങ്കര ഹെവിയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ ഇങ്ങനെ എല്ലാ കളേഴ്സും കൂടി മിക്സ് ആകുമ്പോഴേ നല്ലൊരു ഹെവി ലുക്ക് തന്നെയാണ്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇന്ന് കാണിക്കുന്നത്. എല്ലാ ഷാളിനും പറയത്തക്ക ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ഇതിങ്ങനെ ചെരിച്ച് ചെരിച്ച് പോണതാണ്.
ഓരോ കളേഴ്സ് മജന്ത, നീല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെക്ക് പാറ്റേൺ, പിന്നെ ഗ്രീൻ, പിന്നെ വേറൊരു പീക്കോക്ക് ഗ്രീൻ പോലത്തെ, പിന്നെ മെറൂൺ ഉണ്ടാ ഇങ്ങനെ വരും ഷാളിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിലെ നമുക്കുള്ള ഡ്രസ്സിൽ ഏതെങ്കിലും കളേഴ്സ് അതിനകത്തുണ്ടോ നമുക്ക് കറക്റ്റ് മാച്ചാണ്. ഇപ്പോൾ ഈ പച്ചയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പച്ച. ഓക്കെ, അല്ലെങ്കിൽ ഈ ബോർഡർ വരുന്നതിനോട് മാച്ച് ആവുന്നതാണെങ്കിലും ഷാളിട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്ത പാറ്റേൺ എന്താ ഇങ്ങനെ വരും. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഇത്ര കാണിക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഷാളിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഞാൻ കാണിച്ച് തന്നിട്ടാണ് ഷാള് കാണിക്കുന്നത്. എല്ലാം നല്ല നീളവും വീതിയുള്ള ഷാളാണ്. എല്ലാതും നല്ല കുഞ്ഞു മിറേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുഞ്ഞു മിറേഴ്സാണ് പോയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 399 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് പാകിസ്ഥാനി ഷോളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേണമെന്നുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇതെല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സാരീസ് കാണാം. അടുത്ത് കാണിക്കുന്നത് സാരിയാണ്. സെമി സിൽക്ക് സാരിയാണ്. ഭയങ്കര രസമുള്ള കളേഴ്സാണ്. എന്താ പറയുക, ഭയങ്കര റിച്ച് ലുക്കാണ്. എന്നാൽ പ്രൈസ് വരുന്നത് ഭയങ്കര അഫോർഡബിൾ പ്രൈസുമാണ് കേട്ടോ. നമുക്ക് നല്ല എന്താ പറയുക, പാർട്ടി വെയർ ആയിട്ടോ എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും ഒക്കെ ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. എനിക്ക് ഉടുത്ത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സാരി ഇങ്ങനെ ഉടുത്ത ആൾക്കാരെയൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറേ ടൈം വേണം. അപ്പം ഇന്നലെ ഇടേണ്ട വീഡിയോ ഇന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉടുത്തൊന്നും കാണിക്കാത്തത് കേട്ടോ. ഇപ്പം കാണിക്കുന്നത് എല്ലാം ഡബിൾ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. സെമി സിൽക്ക് സാരി. നല്ല ഫ്ലോയി ആയിട്ട് നല്ല എന്താ പറയുക, കാഞ്ചീപുരം ലുക്കിലൊക്കെ തോന്നുന്നു. കാഞ്ചീപുരം ഒന്നല്ല കേട്ടോ, ഞാൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞാണെങ്കിൽ അത് പ്രതീക്ഷിക്കരുത്. കാഞ്ചീപുരം ലുക്കിൽ വരുന്ന സാരിയാണ്. പല കളർ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. എല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസുകൾ വരുന്നതാണ്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. എനിക്ക് എപ്പോഴും ഗ്രീന് അതുമാതിരി യെല്ലോ അങ്ങനത്തെ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഡാർക്ക് ഗ്രീൻ കളറും ഇതിനകത്തൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് മുന്താണി. ഇത് കണ്ടോ, ഇങ്ങനൊരു സെൽഫായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ ഡയമണ്ട് മുത്ത് പോലത്തെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി ഭാഗം വരുന്നത്. കണ്ടോ, നല്ല രസത്തിൽ ടസൽസ് ഒക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കളറ്. ഈ മുന്താണിയുടെ കളർ ഏതാണോ അത് തന്നെയാണ് ബ്ലൗസായിട്ടും വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇവിടെ ഒരു ഗോൾഡൻ ബോർഡർ തന്നെയാണ് ഈ സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ ഈ അറ്റത്ത് നമ്മളിങ്ങനെ സാരി ഉടുത്തെടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡിൽ ഓറഞ്ചും വരും കേട്ടോ. ഇങ്ങനെ വരും. നല്ല രസമില്ലേക്കാണ്. ഇതൊക്കെ എടുത്ത് നമുക്ക് ഓണത്തിന് നിങ്ങളെല്ലാവരും നല്ല സുന്ദരികളായിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണം കേട്ടോ. എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് നമ്മുടെ ഡ്രസ്സ് ഇട്ട് നിൽക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തിരക്കാന്ന് തോന്നുന്നു. റിവ്യൂസൊക്കെ പറയാറുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ ആ ഫോട്ടോസും കൂടി ഒന്ന് വല്ലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ അപ്പം തന്നെ വേണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും ഇടുമ്പോൾ അയച്ചു തന്നാൽ മതി. ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ ചെറിയൊരു പ്രിൻ്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ബ്ലൗസ് പീസാണ്. നമ്മളിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മൾ ഉടുത്ത് കാണിച്ചു തരില്ലേ, ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ, എന്നിട്ട് സാരി വരുമ്പോൾ ഇങ്ങനെ. എനിക്കറിയാൻ പാടില്ല കേട്ടോ അതെങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഡാർക്ക് ഗ്രീനും ഓറഞ്ചും കൂടി ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 949 രൂപ മാത്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു നമുക്ക് ഒരു കല്യാണ പെണ്ണിന് കൊടുക്കുന്ന ലെവലിലുള്ള വർക്കാണ്. സാരിക്ക് പിന്നെ അറിയാലോ വർക്കുകളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ സോഫ്റ്റ്നെസ്, അതിൻ്റെ വീവിങ്, അതിനൊക്കെയാണ് പ്രൈസ് പോകുന്നത്. പക്ഷെ ഇത് ആ ലുക്കിൽ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. മിസ് ചെയ്യാണ് പർച്ചേസ് ചെയ്തത്. കളേഴ്സ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. 949. ഇത് മാത്രമാണ് ഞാൻ ഒന്ന് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അഴിച്ചതാണ്. ഇനി ഞാനിത് നല്ല ഡീസൻ്റായിട്ട് മടക്കാം. ഇനിയുള്ള കളേഴ്സ് ഞാൻ ജസ്റ്റ് കാണിക്കണേ ഉള്ളൂ കേട്ടോ. നേരത്തെ കണ്ട സാരിയുടെ നേരെ റിവേഴ്സ്. ഈ ഭാഗം ഓറഞ്ച് പോലത്തെ ഷെയ്ഡ്. അതിൻ്റെ ഉള്ളിലത്തെ മുന്താണി വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. ഇതാണ് മുന്താണി വശം വരുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു 2 ലെയർ അഴിക്കുക. 2 ലെയർ അഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അഴിച്ച് തുടങ്ങുമ്പോൾ മൊത്തത്തിൽ അഴിയും. അതുകൊണ്ടാണ് എനിക്കത് അഴിക്കാനുള്ളൊരു മടി. ഇതാ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ
മുന്താണി വശം വരുന്നത്. അതിൻ്റെ ബ്ലൗസ് പീസ് ഇതേമാതിരി ചെറിയൊരു ഗോൾഡനിൽ വരുന്ന ഡാർക്ക് ഗ്രീൻ കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് വരിക. എല്ലാ അടിപൊളി സാരീസാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇവിടെ ഈ കളറും ഗ്രീൻ താഴെ, നേരത്തെ എൻ്റെ നേരെ റിവേഴ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീവിങ് പോയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പോലും കിട്ടില്ല. അടുത്ത കളർ വരുന്നത് ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ കേട്ടോ. ഓറഞ്ച് അല്ല, പീച്ചും അല്ല, പിങ്കും അല്ലാത്ത പോലെ ഇതിലൊരു ഒരു പിങ്കിൻ്റെ വേർഷനാണ് കൂടുതൽ കേട്ടോ. ലൈറ്റ് ഓറഞ്ച് അല്ല, അങ്ങനത്തെ കളറല്ല. അതിൻ്റെയും ബോർഡർ വരുന്നത് ഗ്രീനാണ്. ഇതെങ്ങനെ വരും? ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ചിലർ ഇതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാണ് ഈ പണിക്ക് പോകണേന്നൊക്കെ. എനിക്ക് ഉടുക്കാൻ അറിയില്ലെങ്കിലും എൻ്റെ കസ്റ്റമേഴ്സ് ഉടുക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഓരോ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതെടുത്താൽ നന്നായിരിക്കും, കസ്റ്റമേഴ്സിന് ഈ റേറ്റിൽ കൊടുത്താൽ അവർക്ക് നല്ലതായിരിക്കില്ലേ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ട് ഞാൻ എടുത്തിട്ട് വരുന്നതാണ് പലതും. ബ്ലൗസൊന്നും ഈ സമയത്ത് തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലൗസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കേട്ടോ. ഉണ്ടോ, നല്ല രസമുള്ള വീവിങ്സ് ആണ് ഇതിൻ്റെയൊക്കെ ബ്ലൗസിന് പോകുന്നത്. മുന്താണിയുടെ സെയിം വീവിങ് അല്ല കേട്ടോ, ചെറിയ വ്യത്യാസത്തിലാണ് വീവിങ് പോയിട്ടുള്ളത്. ഇതും നല്ല സ്റ്റാൻഡേർഡ് ഒരു ഇതാണ്, കളർ കോമ്പിനേഷനാണ് കേട്ടോ. അടുത്ത കളർ വരുന്നത് നല്ല രസമുള്ളൊരു നേവി ബ്ലൂ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെയൊക്കെ കാണുന്ന പോലത്തെ ഒരു ഓറഞ്ചും അല്ല റെഡും അല്ലാത്ത മാതിരത്തെ ഒരു ബോർഡറാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു കളർ കോമ്പിനേഷനും ഇത്ര റിച്ചാണ്, നല്ല ഹെവിയാണ് ഇതെല്ലാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 949 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുന്താണി വശം ഇങ്ങനെ വരും. ഇതിൻ്റെ ഇതാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൻ്റെ വർക്ക് നല്ല രസമാണ് കേട്ടോ. എല്ലാതും ഭയങ്കര ചെറിയ ആ ഒരു വീവിങ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത്. എല്ലാത്തിനും നല്ല ഭംഗിയിൽ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കളർ ചാർട്ട് വന്നിട്ടുള്ളത്. ഏതാ കളർ ഇഷ്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ എടുക്കണം കേട്ടോ. അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത കളർ കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. പർപ്പിളും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി വശം വരുന്നത്. ഇതെങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വീവിങ് ഒക്കെ പോയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ, എല്ലാ കളേഴ്സും. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഗ്രീനിൻ്റെ തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കളർ തീം വരുന്നത്. നിങ്ങൾക്ക് ഉടുത്ത് കണ്ടിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. ചിലതിൻ്റെ ഈ ബോർഡർ വർക്ക് ഒരു സൈഡിൽ സെയിം ഇത് തന്നെയാണ്. ചില സാരിക്ക് രണ്ട് സൈഡിലും ആ ബോർഡർ ഇത് തന്നെയാണ് വരുന്നത്, ഡിഫറെൻറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കളർ വരുന്നത്. ഇനി അടുത്ത കളർ കാണാം. അടുത്ത സാരി വരുന്നത് ഒരു പിങ്ക് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു പിങ്ക് കളറും ഗ്രീൻ ബോർഡറാണ് വരുന്നത്. ഗ്രീൻ നല്ലൊരു ഗ്രീൻ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഗ്രീനാണ് ബോർഡർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാൻ മറിച്ചാണ് കൊടുത്തത് എന്തോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വശം വരുന്നത്. അതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലെ വരും. ചെറിയ പ്രിൻ്റാണ് കേട്ടോ. എന്ത് രസമാണ് ബ്ലൗസ് പീസാണ്, നല്ല രസമാണ്. എനിക്ക് ഈ മുന്താണിയുടെ ഈ വർക്കിനേക്കാൾ ഇഷ്ടമായത് ബ്ലൗസിൻ്റെ വർക്കുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ഇത് സെയിം തന്നെയാണ് ഈ സൈഡിലെ ബോർഡർ. ഈ അറ്റത്തെ ബോർഡറാണ് ഗ്രീൻ കളർ വരുന്നത്. ചിലതിന് രണ്ട് സൈഡിലും ഇതുപോലെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അങ്ങനെ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇതൊരു ഭംഗിയ, എല്ലാ കളേഴ്സും ഒന്നിന് മെച്ചാണ്. ഏതാണ് ഇതിൽ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനോ. എല്ലാം കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. അടുത്ത കളർ കാണാം. അടുത്തത് വരുന്നത് സിംഗിൾ കളറാണ് കേട്ടോ. എനിക്കത്
ഇതിൽ ഒരെണ്ണം മാത്രം സിംഗിൾ കളറായപ്പോൾ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് മഞ്ഞ കണ്ടിട്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞല്ലോ, മഞ്ഞോട് എനിക്കൊരു വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളിതിന് മുമ്പ് ഒരു മഞ്ഞയും പച്ചയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിലുള്ള സാരി ഒരിടണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പാറ്റേണിൽ വരണാണ്. എന്ത് രസമാണെന്ന് അറിയാം ഇത് കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ പോണത്. അതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ വർക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയ വീവിങ് ആണ് പോയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള പാറ്റേൺ ഉണ്ടോ, ഇങ്ങനെ കുറേ ചെറിയ ചെറിയ വീവിങ്സ്, ചില ഡിസൈനൊക്കെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ബ്ലൗസ് പീസ് അല്ല. വേണ്ട, ബ്ലൗസ് പീസ് വരുമ്പോൾ ഭയങ്കര ചെറിയ ഒരു ഡിസൈനിലുള്ള വീവിങ്ങാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ കോമ്പിനേഷൻ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടണമെങ്കിൽ, ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ലാണ്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടും. വേണ്ടോ, മഞ്ഞയും പച്ചയും കൂടി നല്ല കോമ്പിനേഷനാണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ഞാൻ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അടിപൊളി മഞ്ഞ കളറാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ 949 രൂപ എന്നൊക്കെ പറയുമ്പോൾ സാരി തീരെ ക്വാളിറ്റി ഇല്ലാന്ന്. ഒട്ടുമല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള കിഡിലൻ സാരിയാണ്. കിഡിലൻ സാരി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസിൽ നല്ലൊരു സാധനം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സമയത്ത് സാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ എനിക്കത് കാണിക്കാനൊക്കെ പാടായതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ എടുക്കാറില്ല സാരി കളക്ഷൻസ്. പിന്നെ കുറച്ച് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഓണത്തിന് ഇപ്പം അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ സാരീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊണ്ടുവരാറില്ല എന്ന് തന്നെയാണ് എല്ലാവരോടും മറുപടി പറയാറ്. പിന്നെ ഇത് കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പാറ്റേണിലുള്ള 949 സെമി സിൽക്ക് കിട്ടിലൻ സാരി കളക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി വേറെ പാറ്റേണിൽ വേറെ പ്രൈസ് റേഞ്ചിലുള്ളതാണ്, അത് കാണാം. അടുത്ത സാരി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് പിങ്കും ക്രീമും കൂടി വരുന്ന ഒരു കളറാണ്. ഇപ്പോൾ ഒരുപാട് കല്യാണ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ സാരിയാണ് എടുക്കുന്നത് കേട്ടോ. അവരുടെയൊക്കെ ചിലപ്പോൾ നല്ല കോസ്റ്റ്ലിയുടെ ആയിരിക്കും. നമ്മൾ ആ ഒരു സംഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ബോർഡർ ഉണ്ടോ, ഒരു സൈഡ് ബോർഡർ ഇത്ര വീതിക്ക് നല്ല രസമുള്ളൊരു റെഡും, ഭയങ്കര ഉദിക്കുന്ന റെഡല്ല, എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു റെഡ് കളർ, ഇച്ചിരി വീതിയിലാണ് അതിൻ്റെ വർക്ക് വന്നത്. എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ബോർഡർ. ഇവിടെ ഈ സെയിം തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരും, നല്ല റിച്ചാണ്. ഇതിന് നമ്മുടെ സെമി സിൽക്കിൻ്റെ അത്ര എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്നെസ് അല്ല. ഇതിൻ്റെ വീവിങ്ങിൽ പോകുമ്പോൾ ഒരു ചെറിയൊരു അതിനേക്കാൾ ഇച്ചിരി കൂടി സോഫ്റ്റ് വരാം, അത്രേ ഉള്ളൂ സംഭവം. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അതായത് മുന്താണിയുടെ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ്. മുന്താണിയുടെ വർക്ക് ഇതേ അല്ല, വ്യത്യാസമുണ്ട്. മുന്താണിയുടെ വർക്ക് ഇത്തിരിയും കൂടി വലിയ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. എന്തൊരു റിച്ചാന്ന് നോക്ക് നിങ്ങൾ. ഇതിൻ്റെ ബോർഡർ വർക്കൊക്കെ കാണാൻ. ഇതിൻ്റെ പ്രൈസ് പറയട്ടെ ഞാൻ, 749 കേട്ടോ. 749 രൂപ മാത്രമാണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങളുടെ കല്യാണങ്ങളൊക്കെ വരികയാണ്, നിങ്ങൾക്ക് ഇപ്പം കല്യാണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രൈസ് റേഞ്ചിൽ ആ സമയത്ത് നമുക്ക് മേടിച്ച് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വന്ന് മേടിച്ചു. ഈ 749 ഇത്രയും റിച്ച്. ഞാൻ പറഞ്ഞാൽ മറ്റേ സാരീനേക്കാളും ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് എന്ന് വെച്ചാൽ വടി പോലെ നിൽക്കുന്നൊന്നുമല്ല കേട്ടോ. അതിനേക്കാൾ ഇച്ചിരി കൂടി സോഫ്റ്റ്നെസ് കുറവ്. അത് ശരിക്കും ഒരു സെമി സിൽക്ക് പോലത്തെയാണ്. ഇത് ഇത്തിരി കൂടി അത്ര ഒരു സോഫ്റ്റ്നെസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം സിൽക്കിൽ വരുന്ന തന്നെയാണ്. പല പല മോഡലും പല പ്രിന്റും പല വീവിങ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. 749 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്. ഇത് വരുന്നത് ബ്ലൂവും, അതായത് നേരത്തെ കണ്ട പല്ലുവിൻ്റെ പോർഷനും ആ പല്ലുവിൻ്റെ പോർഷനാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ വരും. എന്നിട്ട് താഴെ നല്ല രസത്തിലൊരു റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടി ബ്ലെൻഡായിട്ട് വരുന്ന പോലത്തെ ഒരു കളർ. ഡാർക്ക് നേവി ബ്ലൂ അല്ല, എന്നാൽ റോയൽ ബ്ലൂ അല്ല, അങ്ങനത്തെ ഒരു കളർ കേട്ടോ. ഓൾമോസ്റ്റ് നേവി ബ്ലൂ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ പല്ലു പോർഷൻ എന്തൊരു ഭംഗിയാണ് കാണാൻ പറയാം. എനിക്കെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് എടുത്തിട്ട് പോകുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. പ്രൈസ് വരുന്നത് 749 രൂപ മാത്രമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഞാൻ എടുക്കുന്ന ഒരു ഭംഗിയൊന്നുമില്ല. നിങ്ങൾ നല്ല ഭംഗിയിലൊക്കെ കൊടുക്കുക, എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ.
749. ഈ 2 കളർ ചാർട്ടിലാണ് ഇത് വരുന്നത്. ഇതിലേതോ വേണ്ടതെന്ന് വെച്ചാൽ മേടിക്കുക. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത് വരുന്നത് അജ്രക്കിൻ്റെ മൊഡാലിൽ വരുന്നത്. മൊഡാൽ എന്ന് പറഞ്ഞാൽ ഹെവി മൊഡാലല്ല, സെമി മൊഡാലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒറിജിനൽ മൊഡാലിന് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ 3000-4000 റേഞ്ചിലാണ് വരുന്നത്. ഇതൊരു സെമി മൊഡാലാണ്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന, നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള തന്നെ സാരിയാണ്. ഇത് 2 കളറിലാണ് വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ള് ഈ ഒരു തീമല്ല ഇതിൽ പോയിട്ടുള്ളത്. ഇതിൻ്റെ പകുതി പോർഷൻ ഇതാ ഈ ഒരു നീല കളറും കൂടി വരുന്നുണ്ട്. അജ്രക്കിൻ്റെ തന്നെ സെയിം പാറ്റേൺ. ഇതിനെ സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ മുന്താണി പോർഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴത്ത് ഈ ഭാഗം അജ്രക്കിൻ്റെ ഈ ഒരു പ്രിൻറ്റും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഞാനത് നിവർത്തി കാണിച്ചാൽ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. അജ്രക്കിൻ്റെ തന്നെ നല്ല രസമുള്ളൊരു നീല കളറാണ് കേട്ടോ. അതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടോ, സാരിയുടെ പകുതി ഇങ്ങനെയാണ്, പകുതി ഭാഗം ഇങ്ങനെ, പകുതി ഭാഗം ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതിൻ്റെ മേൽഭാഗമായിരിക്കും മിക്കവാറും. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ വരുന്ന പോർഷൻ. ഇതാണ് അതിൻ്റെ പല്ലു ഭാഗം. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. നല്ല ഫ്ലോയി തന്നെയാണ് കേട്ടോ. സെമി മൊഡാലിൽ വരുന്നതാണ് അജ്രക്കിൻ്റെ പാറ്റേണിൽ. ഇതിനും ബ്ലൗസിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ ചെറിയൊരു ഇതുണ്ട്. അത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ ഇത് ബ്ലൗസ് പീസായിട്ട് ഇത് മാത്രം യൂസ് ചെയ്യാം. ഇങ്ങനെ വരും സാരി. ഇതൊരു നല്ല ബ്ലൂയിഷ് ആഷാണ്. ബ്ലൂവിൻ്റെ പോർഷനാണ് കൂടുതൽ വരുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി പോർഷൻ വരുന്നത്. താഴ്ഭാഗത്ത് അജ്രക്കിൻ്റെ ഈ ഒരു പോർഷൻ വരും. ഇങ്ങനെ വരും കേട്ടോ. ഞാൻ ഉടുത്ത് കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് എൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഉടുത്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നല്ല അടിപൊളിയാണ്. നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് മൊഡാൽ സിൽക്കിന് അജ്രക് സാരിക്ക് വില ചോദിക്കാം, അത്ര റേറ്റ് വരുന്നതാണ്. ഇതൊരു സെമി മൊഡാൽ സാരിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 മാത്രമാണ് കേട്ടോ. അജ്രക്ക് ഇപ്പം എല്ലാത്തിനും ട്രെൻഡ് ആയതുകൊണ്ട് സാരി എടുക്കുന്നവർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒറിജിനൽ മോഡലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അജ്രക്ക് ഇഷ്ടമില്ലാത്ത തന്നെ ആരുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ബ്ലൗസിൽ, കുർത്തിയിൽ, ഡാവണിയിൽ എല്ലാത്തിലും ഇപ്പോൾ അജ്രക്കിൻ്റെ കളിയാണ്. അപ്പം ഇനി ഒരു സാരി കൂടി ആയിക്കോട്ടെ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ സാരി വരുന്നത്. അടുത്ത കളർ കാണാം. അടുത്ത കളർ വരുന്നത് ഇത് ശരിക്കും നല്ലൊരു ഗ്രേ കളറാണ്. ഇവിടുത്തെ നേരത്തെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ്. അതിൻ്റെ പല്ലു പോർഷൻ എന്താ ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേൺ ഉണ്ടാ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഓക്കെ, അതും ഇതുമാതിരി ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. താഴത്തേക്ക് അജ്രക്കിൻ്റെ ഈ ഒരു പാച്ച് വർക്കാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇതിവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പോകുന്ന പോർഷനാണ്. ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ് ഇങ്ങനെ. ഓക്കെ, 999 റേറ്റ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, നല്ല ഫ്ലോയി ആയിട്ടും ഒരു മൊഡാൽ സിൽക്കിൽ വരുന്ന ഒരു സെമി മൊഡാലിൽ കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. ഇതിനകത്ത് കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ചെറിയ പ്രിന്റ്. ഇതും കൂടി ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരുവേ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കളർ. നേരത്തെ ബ്ലൂ ആണ്, ഇതൊരു ഗ്രേ കളറാണ് കേട്ടോ. അടുത്ത കളർ കാണാം. അടുത്ത വരുന്നത് ഒരു ഗ്രേ കളറിൽ മെറൂൺ മരത്ത അജ്രക്കിൻ്റെ ഇതാണ് വരുന്നത് കേട്ടോ. ഇതാണ് അത് കാരണം മെറൂണാണ് അതിൻ്റെ പാച്ച് വർക്ക് വരുന്നത്. നേരത്തെ കണ്ട ഗ്രേനേക്കാളും ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രേയും അതിനകത്ത് വരുന്ന വർക്കും വേറെ വേറെയാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെയും പാതി ഭാഗം മെറൂണിൽ മാച്ച് ആവുന്ന രീതിയിലാണ് അജ്രക്കിൻ്റെ പാച്ച് വർക്ക് പോയിട്ടുള്ളത്. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വരും ഉടുത്ത് കഴിയുമ്പോൾ. നമ്മുടെ ഇവിടുത്തെ ഫ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്ത് ആ വലിയ പ്രിൻറ്റും ഈ ഭാഗത്ത് നമ്മുടെ മുന്താണി വശം വരുന്ന ഭാഗത്ത് ഈ ഗ്രേ കളറാണ് വരിക കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. സാരി അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കണം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് പോലെ നല്ല രസമുണ്ട്. നല്ല സിൽക്കി, തൊടാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ കാണാനും നല്ല രസമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു പാറ്റേൺ.
മെറൂൺ കോമ്പിനേഷൻ വരുന്നത്, ഗ്രേ കോമ്പിനേഷൻ വരുന്നത്, ബ്ലൂ കോമ്പിനേഷൻ വരുന്നത്, അങ്ങനെ 3 പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ ഇതിലത്തെ നമ്പർ നോക്കിയിട്ടാണെങ്കിലും എടുക്കാം. അടുത്ത അജ്രക്കിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്, അതും കൂടി കാണാം. അടുത്തത് വരുന്നത് ബ്ലാക്കിൽ ഒരു മെറൂൺ പോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇതും അജ്രക്ക് തന്നെ, മൊഡാല് തന്നെ, നേരത്തെ കാണിച്ചതിനും വിട്ട് ഫുള്ള് ഇങ്ങനത്തെ വർക്കാണ്. ഇത് നേരത്തെ 2 പാറ്റേൺ ആണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്, താഴെ പ്ലീറ്റിൻ്റെ വശം അങ്ങനെ. ഇത് ഫുള്ള് ഇത് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വേറെ തിരിവൊന്നുമില്ല, ഫുള്ള് ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പോണത്. ഇതിൻ്റെ മുന്താണി ഭാഗം എന്താ ഇങ്ങനെ വരും, നല്ല രസമുണ്ട് കേട്ടോ കാണാം. മുന്താണിയുടെ വശം ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതെല്ലാം സെയിം മൊഡാൽ സിൽക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ. സെമി മൊഡാലാണ്, ഒറിജിനലാണെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഇനി പകുതി കേട്ടിട്ട് ആൾക്കാർ ഓടി വന്നിട്ട് ഇത് അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയരുത്. ഫീലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ഗ്ലേസിയാണ്, തൊടാൻ ഭയങ്കര രസമാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ ഉണ്ട്, അതും കൂടി കാണാം. അടുത്തത് ബ്ലാക്കിലായിരുന്നു. ഇപ്രാവശ്യം മെറൂണിൽ പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വരെ അതിൻ്റെ പാച്ച് വർക്ക് നേരത്തെ പോലെ തന്നെയാണ്, സെയിം ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലെ തന്നെ നേരത്തെ നേരെ റിവേഴ്സാണ് വരുന്നത്, ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് അടുത്ത പാറ്റേൺ. ഇത്രയും 5 പാറ്റേണിലാണ് മൊഡാൽ സിൽക്കിൽ വരുന്ന അജ്രക്കിൻ്റെ സാരി വരുന്നത്. പ്രൈസ് വരുന്നത് 999 മാത്രമേ ഉള്ളൂ. 1000 ബിലോയാണ് നമുക്ക് സെമി മൊഡാൽ സാരി കിട്ടുന്നത്. മിസ് ചെയ്യാൻ തന്നെ പർച്ചേസ് ചെയ്യാം. ലിമിറ്റഡ് സ്റ്റോക്കാണ്, റീസ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം കേട്ടോ. അടുത്ത പാറ്റേൺ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു കോട്ടണും സിൽക്കും കൂടി മിക്സായിട്ട് പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത്. ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്രോൺസ് കളർ പോലത്തെയാണ് വീവിങ് പോയിട്ടുള്ളത്. ഇത് പ്യോർ ബ്ലാക്ക് കളറാണ്. ഇതിനകത്ത് യെല്ലോ മുന്താണി പോർഷനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഓക്കെ, നല്ല രസമുള്ളൊരു ബ്ലാക്കും യെല്ലോയും കൂടി വരുന്ന കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ പല പല കളർ ചാർട്ടുകളാണ് ഇനി വരുന്നത്. ഇതിപ്പോൾ വലിയ ഒരു വീവിങ് പാറ്റേൺ ആണ് ഇതിൽ പോയിട്ടുള്ളത്. ഇതിൻ്റെ ചെറുത് വരുന്നതുണ്ട്. ഇതിൽ നമ്മൾ കാണിക്കുന്ന കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. പ്രൈസ് വരുന്നത് 599 മാത്രമാണ് കേട്ടോ. നമുക്ക് 599 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ വാല്യൂ കൂടും. കാരണം ഇത്രയും നല്ല സാരി തന്നില്ല നമുക്കും തോന്നും. പക്ഷെ പ്രൈസ് 599 മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് കൊടുക്കാനാണെന്ന് വിചാരിക്കട്ടെ, ഇത് കൊടുത്താൽ ആർക്കെങ്കിലും പറയൂ ഇത് 599 റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണെന്ന്. എന്നാ രസമാണ് കാണാൻ. നോക്ക്, നല്ല വീവിങ് ആണ്. ബ്ലാക്കിൽ യെല്ലോ കോമ്പിനേഷൻ അത്ര റിച്ച് ആണ് കേട്ടോ വരുന്നത്. വീണ്ടും വീണ്ടും പറയുന്നു, ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് ഓർഡർ എടുക്കണം. 599 ആണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് കളർ, ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ. അടുത്ത കളർ കാണാം. അടുത്ത കളർ വരുന്നത് ഈ ഒരു നല്ല രസമുള്ളൊരു പർപ്പിളിഷ് വൈൻ കളറാണ്. പർപ്പിൾ ടു വൈൻ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പാച്ച് വർക്ക് നേരത്തെ പാച്ച് വർക്കല്ല, ഇതിൻ്റെ വർക്ക് വരുന്നത് നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ ആണ്. ഇതിൻ്റെ കളർ ചാർട്ടിൽ മുന്താണി വരുന്നത് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഗ്രീനിൽ വരുന്ന ഒരു വേർഷനാണ്. ഒരു അക്വ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ ബോർഡറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരുന്നത്, ചെറിയൊരു വീവിങ് പോലെ കൊടുത്തിട്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ ചാർട്ട് വരുന്നത്. വൈനും ഒരു ഗ്രീനും വരുന്ന ഷെയ്ഡാണ്. അടുത്ത കളർ കാണാം. 599 ആണ് പ്രൈസ് വരുന്നത്, മറക്കണ്ട. അടുത്ത വരുന്നത് ഗ്രീനും യെല്ലോയും കൂടി കോമ്പിനേഷനാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് രണ്ടും. നല്ല രസമാണ് കാണാനായിട്ട്. സെയിം വീവിങ് തന്നെയാണ്, വലിയ പാറ്റേണിൽ വരുന്നതാണ്. യെല്ലോ ആണ് ഇതിൻ്റെ മുന്താണി വശം വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. നേരത്തെ യെല്ലോൻ്റെ അതേ സെയിം പാറ്റേണിലുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഭയങ്കര ഡാർക്കും അല്ല, ഒരു ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഒരു ലെവലിലുള്ള കളറാണ് കേട്ടോ വരുന്നത്.
599 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അടുത്ത പാറ്റേൺ കാണാം. ഇനി വലിയ പ്രിൻ്റ് അല്ല, ഇനി ചെറിയ വീവിങ് പാറ്റേണിൽ വരുന്നതാണ്, അത് കാണാം. അടുത്ത് വരുന്നത് ചെറിയൊരു വീവിങ് പാറ്റേണിലാണ്. നല്ല രസമുള്ള മെറൂൺ കളറിൽ ചെറിയൊരു പാറ്റേണിലാണ് വീവിങ് പോയിട്ടുള്ളത്. ഇങ്ങനെ ബോർഡർ ഒരു ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെൽഫ് ബോർഡർ പോലെയാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ മുന്താണി വശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ മുന്താണിയുടെ ഈ വശത്തേക്ക് വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ബ്ലൗസ് പീസും വരുന്നത്. ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ചെറിയൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വരുന്നത്. ഇത് കൈയിൻ്റെ അവിടേക്ക് വയ്ക്കാൻ നല്ല കളർ ചാട്ടാണ് കേട്ടോ. മെറൂണും ഈ ബ്ലൂ കോമ്പിനേഷനും കൂടി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 599 മാത്രമാണ്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ്, അത് കാണാം. അടുത്ത് വരുന്നത് ഇതാ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു പീക്കോക്ക് ബ്ലൂ കളറിലാണ്. ആ സെയിം പാറ്റേൺ ഇതിൻ്റെ വീവിങ് താഴത്തെ പല്ലു പോർഷനിൽ വൈൻ ഷെയ്ഡാണ് വരുന്നത്. നല്ല രസമുള്ളൊരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതെ, ഇതാണ് എൻ്റെ ബോർഡർ വർക്ക് പോലെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓക്കെ, ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെറിയ പാറ്റേൺ മുന്താണി വശം. ഇത് നല്ല നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകാനും നമുക്ക് അമ്മമാർക്കൊക്കെ ഓണത്തിന് ഓണക്കോടി എടുത്ത് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല സാരിയാണ്. 599 മാത്രമേ വരുന്നുള്ളൂ. അതിനുള്ളതല്ല ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ ചാർട്ട് കാണാം. അടുത്ത് വരുന്നത് നേരത്തെ കാണിച്ച ഗ്രീനുകളൊന്നല്ല, ഇച്ചിരി തെളിഞ്ഞ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ബോർഡർ വരുന്നത് നല്ല മെറൂണാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് നേരത്തെ സെയിം പാറ്റേണിലുള്ളതാണ്. ഇതിങ്ങനെ വരും. പ്രൈസ് വരുന്നത് 599 ആണ്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സാരികളിൽ തന്നെ പല റേഞ്ചിൻ്റെ ഉണ്ട്. സെമി സിൽക്ക് വരുന്നുണ്ട്. അതിനേക്കാൾ ഇച്ചിരി കൂടി റേറ്റ് കുറവിലുള്ള സിൽക്ക് സാരി കാണിച്ചിട്ടുണ്ട്. അജ്രക്കിൻ്റെ സെമി മൊഡാല് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം ആവശ്യമില്ലെങ്കിലും പിന്നത്തേക്കെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഈ പ്രൈസിൽ തന്നെ ഇറക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് കിട്ടിയ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടതാണ് കേട്ടോ. ഓണക്കോടിയൊക്കെ കൊടുക്കാനോ പ്രസൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. കാരണം എനിക്ക് അങ്ങനെ സാരി എടുത്തൊന്നും വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ എല്ലാ വശങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ചിലർക്ക് നല്ല ഭംഗിയില്ല സാരി എടുത്ത് കാണുന്നത് മേടിക്കുന്നൊക്കെ ഇഷ്ടമുണ്ടാവും. പക്ഷേ നിർവാഹമില്ല. എന്നെ മനസ്സിലാക്കുന്ന എന്നെ അറിയുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 തവണ കൊച്ചിന് പാല് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ സാരി എടുത്ത് ഒരെണ്ണം എടുത്ത് മാറി എടുത്ത് അങ്ങനെയൊന്നും കാണിക്കാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.